അല്ല, നിങ്ങൾ വായിൻ്റെ എടുക്കുന്ന കൈ എടുത്തിട്ട് പറ. മറ്റ് കമ്പനികൾക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞില്ലേ? എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്താണ് എംഎസ്സിക്ക് സ്ഥിര സർവീസ് വരുന്നത്. അതിനുള്ള രാഷ്ട്രീയ ആഘോഷമൊക്കെ വരുന്നത്. സ്ഥിര സർവീസ് അല്ല, നിങ്ങൾ വായിൻ്റെ എടുക്കുന്ന കൈ എടുത്തിട്ട് പറ. എംഎസ്സിക്ക് സ്ഥിര സർവീസ് വരുന്നത്. അപ്പോ എംഎസ്സിയുടെ സ്ഥിര സർവീസ് വന്നതിന് ശേഷം അവിടെ മറ്റ് കമ്പനികളുടെ കപ്പലുകൾക്ക് വരാൻ സാധിക്കില്ല. അത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നം കൂടിയാണ്. അപ്പോൾ താങ്കളുടെ സർക്കാർ ഉണ്ടാകുന്ന സമയത്താണ് അതിനും അനുമതി കൊടുക്കുന്നത് സ്ഥിര സർവീസ് വരാൻ വേണ്ടി. എംഎസ്സി കമ്പനിക്ക് കരാർ ഇവിടെ വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? എംഎസ്സി കമ്പനി ഇപ്പോൾ വരട്ടെ, അവരുടെ കപ്പലുകൾ ഇവിടെ വരട്ടെ, നല്ലതുപോലെ വന്നോട്ടെ. പക്ഷേ നമ്മൾ കാണേണ്ടത് എംഎസ്സി കമ്പനി മാത്രമല്ല ലോകത്ത് വലിയ കപ്പൽ കമ്പനി. ലോകത്തുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഉള്ള ടെർമിനൽ, വികസിപ്പിച്ച ടെർമിനൽ അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മൾ അവിടെ നിൽക്കാനല്ല പോകുന്നത്. ഭാവിയിൽ മറ്റ് ടെർമിനലുകൾ നമ്മൾ വികസിപ്പിക്കും. അതിനുള്ള പരിപാടികളാണ് ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതാണ് അദാനി അടക്കം സമ്മതിച്ചിട്ടുള്ള കാര്യവും. അതിൽ നിന്ന് മാറിപ്പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം, കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ടിന് അനുമതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ സർക്കാർ അത് 3 തവണ അനുമതി കൊടുക്കാതിരുന്നതാണ്. അപ്പോൾ അത് അഴിമതിയാണെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ കൊടുത്തത്. എന്തുകൊണ്ടാണ് അന്ന് എൽ.ഡി.എഫ് കൊടുക്കാതിരുന്നത്? ഞങ്ങൾ അന്നത്തെ ഘട്ടത്തിൽ അത് കൊടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്. അതിപ്പോൾ ഇവർ കൊടുത്തല്ലോ, അത് നടക്കട്ടെ. പിന്നെ നമ്മുടെ കരിമണൽ പ്രൈവറ്റൈസേഷൻ, മൂന്നാമത്തത് വിഴിഞ്ഞം. ഒരു വലിയ ഓർഗനൈസ്ഡ് കറപ്ഷൻ അഴിമതിയാണ് ഇതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷത്തിന് പ്രധാന ആരോപണം. ഇതൊന്നും സതുദ്ദേശത്തോടെയുള്ളതാണെന്ന് കാണാൻ പറ്റില്ല. അതാണ് വലിയ തോതിലുള്ള അഴിമതിക്കുള്ള സാധ്യതയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. അതിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വല്ലാത്ത ദുരൂഹത നിലനിൽക്കുകയാണ്. അതാണ് നാം കാണേണ്ടത്. ഈ മദ്യവിഷയത്തിൽ സഭയിലെ പ്രതിപക്ഷ നിലപാട് പറഞ്ഞു വന്നപ്പോൾ വിശദീകരിക്കുകയും ചെയ്തു. സഭയ്ക്ക് പുറത്തേക്ക് അത് സമരരൂപത്തിലേക്ക് മാറുന്നുണ്ടോ? എങ്ങനെയാണ് സർക്കാർ നടപടി മുന്നോട്ട് പോവുകയാണ്? ഒക്കെ വയ്ക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും എങ്ങനെയാണ് പ്രതിപക്ഷം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതിനെതിരെയുള്ള ശക്തമായ നടപടികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് തന്നെയാണ്. അതിന്റെ കാര്യങ്ങൾ മറ്റു തരത്തിൽ ആലോചിക്കും. സർക്കാരിന്റെ കാലത്ത് ഈ മദ്യവുമായി ബന്ധപ്പെട്ട് മദ്യ ബാറുകൾ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ചില സമുദായ സംഘടനകളും ചില മത സംഘടനകളൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു തീരുമാനം ഇളവ് വന്നപ്പോ വേണ്ടത്ര വീര്യത്തോടെ അവർ എതിർക്കുന്നില്ല എന്ന് തോന്നുന്നു. മദ്യത്തിന്റെ വീര്യം പോലെ എതിർപ്പിന് വീര്യക്കുറവുണ്ടോ എന്നറിയില്ല. ഇവിടെ ഏതായാലും അവരും അവരുടെ ആശങ്ക വ്യക്തമാക്കിയതാണ് ഞാൻ കണ്ടത്. ഇപ്പം ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പം ഞങ്ങൾ തന്നെ കാണിച്ചൊരു രീതിയിൽ ഒരു ഗവൺമെൻറ് പുതുതായിട്ട് വന്നു. അപ്പോൾ ആദ്യമേ തന്നെ ശക്തമായിട്ടൊരു അഭിപ്രായത്തിലേക്ക് പോകില്ലല്ലോ. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് തീരുമാനിക്കുന്ന വ്യവസ്ഥയിലാണ് ഇന്നലെ ബില്ല് പാസ്സായത്. അപ്പൊ ഈ വ്യവസ്ഥ പൂർണ്ണമായി മറച്ചു വെച്ചാണോ കാര്യോപദേശ സമിതി മുഖ്യമന്ത്രി അവതരിപ്പിച്ചതാണ്? അല്ല, ഈ കാര്യോപദേശ സമിതിയുടെ മുന്നിൽ വന്നത് പ്രധാനപ്പെട്ട നികുതി നിർദ്ദേശങ്ങളൊന്നും ഇല്ല എന്നുള്ള മട്ടിൽ തന്നെയാണ്. നേരത്തെയുള്ള അതേ മട്ടിൽ കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഒരു ഫൈനാൻസ് ബില്ല് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ള മട്ടിലേ വന്നുള്ളൂ. പക്ഷേ നികുതി നിർദ്ദേശത്തിൻ്റെ കാര്യം പിന്നീടാണ് വരുന്നത്. ഈ കാര്യോപദേശ സമിതിയിൽ ധനബില്ല് വരുമ്പോൾ തന്നെ അധിക നികുതി ഉള്ളത് കൊണ്ടാണല്ലോ ധനബില്ല് വരേണ്ടത്. മാത്രമല്ല ഫ്ലോറിൽ ഈ സബ്ജക്ട് കമ്മിറ്റി വേവ് ചെയ്യുന്നതിന് വേണ്ടി ചട്ടം 142, 143 അനുസരിച്ചുള്ള വേവിങ് കൊടുക്കണമെന്ന് സ്പീക്കർ ഫ്ലോറിൽ പറഞ്ഞു. അപ്പോഴും പ്രതിപക്ഷം ഒന്നും അല്ല, അതായത് നേരത്തെ പറഞ്ഞ ധാരണയില്ലേ, അധിക നികുതി കാര്യങ്ങളൊന്നും ഇല്ല. അധിക നികുതി ഇല്ലാത്തതുകൊണ്ടല്ലേ കഴിഞ്ഞ തവണത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഫൈനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാതിരുന്നത്. അപ്പോൾ അധിക നികുതിയൊന്നും വേറെ മറ്റൊന്നും വരാനില്ല. നേരത്തെ ഉള്ളതിൽ ഞങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഞങ്ങളെടുത്ത് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യോജിക്കുകയാണ് ചെയ്തത്. അതെ, ആ സമയത്തും ഇത്തരത്തിൽ അല്ലല്ല, ധനവിനിയോഗ ബില്ലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തിയല്ലോ നേരത്തെ തന്നെ. ഈ കാര്യം വരുന്നില്ല എന്നല്ലേ എന്നാ പറഞ്ഞത്? അതല്ലേ ഞങ്ങളിതിൻ്റെ തുറ നടപടി. എല്ലാം എതിർക്കാതിരുന്നത് ഈ ധാരണയിലാണ്. എതിർക്കാതിരുന്നത് ഞങ്ങൾ പുതുതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല. പഴയ അതേ നില തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നമ്മളെല്ലാം പാസ്സാക്കിയതല്ലേ. ഇനി വീണ്ടും എല്ലാ കാര്യങ്ങളും സബ്ജക്ട് കമ്മിറ്റിക്ക് പോകേണ്ടതില്ല. ഞങ്ങളതിനോട് യോജിക്കുകയാണ് ചെയ്തത്.
ഇങ്ങനൊരു നികുതി വരുമെന്ന് അറിയാത്തതല്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അത്രമാത്രം പിന്നെ മറ്റേ ഈ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായ ശക്തി എനിക്കില്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാരണം ഇങ്ങനെയൊരു ഒളിച്ചു വെച്ച കാര്യം വരാനിടയുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല. അല്ല, പ്രതിപക്ഷം അതിൽ പൂർണ്ണമായിട്ടും സർക്കാരിനെ അംഗമായി വിശ്വസിക്കുകയാണോ പ്രതിപക്ഷം ചെയ്തത്? സർക്കാരും സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും പറയുന്ന കാര്യം ആദ്യമേ തന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഓരോന്നും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വാസത്തിലെടുത്തു എന്നുള്ളതാണ് ശരി. അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അനുഭവത്തിൽ അത് ശരിയായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അന്നേരം അങ്ങനെ ഒരു തോന്നലില്ല. അതാണ്. അതെല്ലാം കാലത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണല്ലോ. ഏതായാലും 2-3 മാസം ഞങ്ങൾ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ അതിൽ നിന്ന് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം വലിയ എതിർപ്പ് കോൺഗ്രസ് നടക്കുമെന്ന് വന്നിട്ടും ഇന്നലെ ഗവർണർ അത് ഒപ്പിട്ടു, തീരുമാനമായി കഴിഞ്ഞു. എന്താണ് അതിൽ CPM നിലപാട്, പ്രതിപക്ഷത്തിന്റെ നിലപാട്? അല്ല, ഞങ്ങൾക്കതിൽ പ്രത്യേക നിലപാടിൻ്റെ കാര്യമൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഒരു നിയമവിദഗ്ധനെ സാധാരണ വെക്കാറുണ്ട്. ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ആളെ വെക്കാറുണ്ട്. ഞങ്ങളൊരാളെ നിർദ്ദേശിച്ചതായിരുന്നു ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള. അത് ഗവർണർ പ്രത്യേകമായ കാരണങ്ങളാൽ, എന്താ കാരണമെന്ന് ഒരു തരത്തിലും വ്യക്തമല്ല, തീർത്തും ദുരൂഹമായിട്ട് തന്നെ ആ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വേറൊരാളെ പറഞ്ഞിരിക്കുന്നു, അത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു. അതിനോട് ഞങ്ങൾക്ക് പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ ഇടയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അവരാണ് വ്യക്തമാക്കേണ്ടത്. അതെ, അതവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്, ഞങ്ങളല്ല വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾക്കതിൽ പ്രത്യേകമായ നിലപാടില്ല.